നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ NPS അഥവാ നാഷണൽ പെൻഷൻ സ്കീമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നാഷണൽ പെൻഷൻ സ്കീം അഥവാ NPS എന്നത് ഒരു 10 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. അതായത് യാതൊരു സംഘടനയിലും പെടാത്ത ഇൻഡിവിജ്വൽസിന്, അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പെൻഷൻ ലഭ്യമാക്കുക, അതായത് 60 വയസ്സ് കഴിയുമ്പം ഒരു പെൻഷൻ ലഭ്യമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് NPS അഥവാ നാഷണൽ പെൻഷൻ സ്കീം. ഈ പദ്ധതി സാധാരണക്കാരെ, അതായത് ഏതെങ്കിലുമൊക്കെ ജോലി ടൈലേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളാണെങ്കിൽ, കർഷകരാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ബാർബേഴ്സ് ആണെങ്കിൽ, അങ്ങനെ എല്ലാവർക്കും അതിൻ്റേതായ സംഘടനകൾ ഉണ്ടാവൂലേ. ആ സംഘടനകളിൽ കൂടെ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പം അതിൽ നിന്ന് ഒരു ഇൻകം തിരിച്ച് കിട്ടുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അതിലൊന്നും പെടാത്ത സാധാരണക്കാരായ ആളുകൾക്കാണ് ഈ NPS എന്നുള്ള പദ്ധതി കൊണ്ടുവന്നതെങ്കിലും ഇതിലെല്ലാം പെടുന്ന ആളുകൾക്കും ഈ NPSൽ ചേരാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചേരുന്നുമുണ്ട് ആളുകൾ. അപ്പം അതിലൊരു മിനിമം 1000 രൂപ ഒരു വർഷത്തിൽ അടയ്ക്കണം. ഏറ്റവും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും അടച്ചിരിക്കണം. 60 വയസ്സ് കഴിയുമ്പോഴാണ് അതിൽ നിന്നൊരു ചെറിയ പെൻഷൻ തുക നമുക്ക് ലഭിക്കുക. അപ്പോഴാണല്ലോ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും, അതല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി. അപ്പോൾ നമുക്ക് വല്ല മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ദൈനംദിന ചെലവുകൾക്കോ എല്ലാം ഈ തുക ഉപയോഗിക്കാം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ NPS അഥവാ നാഷണൽ പെൻഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 വർഷം മുമ്പ് വന്ന പദ്ധതിയാണ്. അത് സാധാരണ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് NPS വാത്സല്യ എന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ NPS എന്നുള്ളത് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഉള്ളതായിരുന്നു. അപ്പം അതിൽ കുട്ടികൾ പെടുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് NPS വാത്സല്യ എന്ന പേരിൽ അവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലും 60 വയസ്സ് കഴിയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ വരുമാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം ഞാൻ തന്നേക്കാം. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് NPS വാത്സല്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ്. ഈ NPS വാത്സല്യ എന്താണ്, ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് NPS വാത്സല്യയുടെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഏതൊരു പദ്ധതിക്കും നല്ലതും ചീത്തയുമായുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എന്തൊരു തീരുമാനത്തിനും നല്ലതും ചീത്തയും ഉണ്ടാവില്ലേ. അതുപോലെ ഈ NPS വാത്സല്യ എന്നുള്ള പദ്ധതിക്കും നല്ലതും ചീത്തയുമായിട്ടുള്ള അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായി അറിയിക്കുക. നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മൾ ഇതുപോലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേജസൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കപ്പം NPS വാത്സല്യയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വന്നു NPS വാത്സല്യ, നിങ്ങൾ നിക്ഷേപിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമ്പാദ്യം, മക്കളുടെ ഭാവിക്കായി ദീർഘകാല നിക്ഷേപത്തിന് അവസരമൊരുക്കി കേന്ദ്ര സർക്കാർ ഈയിടെ അവതരിപ്പിച്ച നിക്ഷേപ പദ്ധതിയാണ് NPS വാത്സല്യ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, NPS വാത്സല്യ കുട്ടികൾക്ക് വേണ്ടി ഒരു 2 മാസത്തോളമായിട്ടുണ്ടാവുള്ളൂ കേട്ടോ അത് വന്നിട്ട്. ഇനി പദ്ധതി എങ്ങനെ? പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പേരിൽ മാതാപിതാക്കൾക്കോ ഗ്രാൻഡ് പാരൻസിനോ നിക്ഷേപിക്കാം. കുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ അത് അവരുടെ സ്വന്തം NPS നിക്ഷേപമായി മാറും. അവർക്ക് പിന്നീട് അത് സ്വന്തം റിട്ടയർമെൻറ്റ് കാലത്തേക്ക് സമ്പത്ത് സ്വരൂക്കൂട്ടാനുള്ള മാർഗമായി ഉപയോഗിക്കാം. സാധാരണ NPSലെ പോലെ ഓഹരി അടക്കമുള്ള വിവിധ നിക്ഷേപ പദ്ധതികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. പ്രവാസി ഇന്ത്യക്കാർക്ക് കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കാം. വർഷത്തിൽ കുറഞ്ഞത് 1000 രൂപ നിക്ഷേപിക്കണം. ഉയർന്ന നിക്ഷേപത്തിന് പരിധിയില്ല. 18 വയസ്സാകുന്നതിന് മുൻപ് 3 തവണ കുട്ടിയുടെ ആവശ്യങ്ങൾക്കായി പണം ഭാഗികമായി എടുക്കാം. അക്കൗണ്ടിലുള്ള തുകയുടെ 25% വരെയാണ് പിൻവലിക്കാവുന്നത്. എന്തെങ്കിലും അത്യാവശ്യ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ 25% വരെ എടുക്കാവുന്നതാണ്. NPSൽ നിക്ഷേപത്തിനടക്കമുള്ള ചെലവ് വളരെ കുറവായതിനാൽ തുകയുടെ പരമാവധി നേട്ടം നിക്ഷേപകർക്ക് കിട്ടും.
ഇതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. 80CCDB പ്രകാരം നിക്ഷേപ തുകയ്ക്ക് ആദായ നികുതി ഇളവ് ലഭിക്കും. അത് നമുക്കറിയാലോ, നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ചേരുമ്പോൾ 80D പ്രകാരമൊക്കെ നിക്ഷേപത്തിന് ഇളവ് ലഭിക്കില്ലേ, അതുപോലെ ഇതിനും കുട്ടികൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിന് ഇളവ് ലഭിക്കുമെന്നാണ് പറയുന്നത്. സാധാരണ നിക്ഷേപങ്ങൾക്ക് ഇളവ് ലഭിക്കാറില്ല, പക്ഷേ ഇത് കുട്ടികൾക്ക് വേണ്ടി പാരൻസ് നിക്ഷേപിക്കുമ്പം ഇളവ് ലഭിക്കും എന്നാണ് പറയുന്നത്. പഴയ സ്ലാബിലും പുതിയ സ്ലാബിലും ഇത് ലഭിക്കും. 5-6 പതിറ്റാണ്ട് നീളുന്ന അതിദീർഘമായ കാലയളവിൽ 60 വയസ്സ് ആകും വരെ ഓഹരി ഉപയോഗപ്പെടുത്തി വലിയ തോതിൽ സമ്പത്ത് വളർത്താമെന്നതാണ് മികവായി ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് ദീർഘകാലത്തേക്കാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ ആനുകൂല്യം കിട്ടിത്തുടങ്ങുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും 5-6 പതിറ്റാണ്ട് കാലം ഇതങ്ങനെ കിടക്കും അല്ലേ. അതുകൊണ്ട് വലിയൊരു തുക ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ നിക്ഷേപിക്കണോ, മക്കളുടെ റിട്ടയർമെൻറ്റിനായി നിങ്ങൾ നിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ശരിയല്ലേ? നമ്മൾ ജീവിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നിക്ഷേപിച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളും ജീവിക്കണ്ടേ? ജീവിക്കണം എന്ന് മാത്രമല്ല, നന്നായി ജീവിക്കണം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന രീതിയിൽ ജീവിക്കണം അല്ലേ. അപ്പോൾ അതൊന്നും പൂർത്തീകരിക്കാണ്ട് മക്കൾക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ഉത്തരവാദിത്തം അവർ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ആവശ്യങ്ങൾക്കുള്ള നിക്ഷേപം ഉറപ്പാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതായത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത ശേഷമല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നിക്ഷേപിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. അതുമാത്രമല്ല, കുട്ടികളുടെ പഠനം, വിവാഹം തുടങ്ങി നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യങ്ങൾക്ക് പണം ഉണ്ടോ എന്നതും ചോദ്യമാണ്. അതായത് നമ്മളാണല്ലോ മക്കളെ പഠിപ്പിക്കുന്നതും അവരുടെ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോഴത്തെ കാലമാണ് പറയുന്നത്, ഇനി മാറി വരാം. അപ്പം അതിനൊക്കെ കഴിച്ചിട്ട് വേണ്ട ഇനി ഭാവിയിലേക്ക് അവർക്ക് സേവിങ്സ് ചെയ്തു വെക്കാൻ എന്നാണ് പറയുന്നത്. അതെല്ലാം ഉറപ്പാക്കിയിട്ട് മാത്രം മതി കുട്ടിയുടെ റിട്ടയർമെൻറ്റിനായി നിങ്ങൾ നിക്ഷേപിക്കാൻ. അപ്പോൾ അത് നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ, നിങ്ങൾ നിക്ഷേപിക്കണോ എന്നത്. അതായത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട്, നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ട്, അതുകൂടാതെ നമ്മുടെ മക്കൾക്കുള്ള നൽകേണ്ട നല്ല വിദ്യാഭ്യാസം, അവരുടെ വിവാഹം പോലുള്ള സാഹചര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി അവർക്ക് ആവശ്യമായ നിക്ഷേപം നമ്മൾ നടത്തേണ്ടത് എന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത്, കുട്ടിയുടെ ആവശ്യത്തിനും കിട്ടില്ല. നിങ്ങൾ കുട്ടിയുടെ പേരിൽ എത്ര തുക NPS വാത്സല്യയിൽ സമാഹരിച്ചാലും അവരുടെ ആവശ്യങ്ങൾക്ക് പോലും പണത്തിനും മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. കാരണം NPS വാത്സല്യ അക്കൗണ്ടിലുള്ള തുകയുടെ 25% മാത്രമേ കുട്ടിയുടെ പഠനം, ചികിത്സ പോലുള്ള ആവശ്യങ്ങൾക്ക് പോലും പിൻവലിക്കാനാകൂ. അത് ഈ പദ്ധതിയുടെ ഒരു പ്രധാന പോരായ്മയാണ് കേട്ടോ. എന്നാൽ ഇതിലെ പിൻവലിക്കൽ ചട്ടങ്ങൾ ലളിതമാക്കുമെന്ന സൂചനകളും ഉണ്ട്. അതിനാൽ അല്പം കാത്തിരിക്കുന്നതാവും ബുദ്ധി. കുട്ടിയുടെ ആവശ്യത്തിന് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം എന്ന് ഉറപ്പുവരുത്തിയിട്ട് നിക്ഷേപിക്കുന്നതാകും നല്ലത്. അതായത് ഈ പദ്ധതി ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം കേന്ദ്രം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു പദ്ധതി പ്രാബല്യത്തിൽ വന്ന് അത് ഉപയോഗത്തിലാവുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള നല്ലതും ചീത്തയായുള്ള ആളുകൾ പൊതുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റേതായ മിനിസ്ട്രിയിൽ നിന്നും അതോറിറ്റികളിൽ നിന്നെല്ലാം ലഭിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുമായി ചേർത്ത് അവർ പല മാറ്റങ്ങളും ഇതിന് വരുത്തുന്നതായിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസുകളൊക്കെ വരാൻ വേണ്ടി കാത്തിരുന്ന ശേഷം മാത്രം ഇതിലേക്ക് നിക്ഷേപിച്ചാൽ മതി എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് NPS വാത്സല്യയെക്കുറിച്ച് പുതുതായി വന്നിരിക്കുന്ന അപ്ഡേഷൻസ്. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ വരികയാണെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് തന്നെ സ്വയം ചോദിച്ച് ഇത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.